ഹായ് ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങി നാനിയൊക്കെ തകർത്തഭിനയിച്ച ഹിറ്റ് 3 എന്ന് പറയുന്ന മൂവിയുടെ ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക. ഈ മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഒരു പോലീസുകാരനാണ്. ഇവൻ തന്നെ രണ്ടുപേരെ കൊന്നിട്ട് ആ കേസ് അന്വേഷിക്കാൻ ഇവൻ തന്നെ വരുന്നതാണ് പടത്തിൻ്റെ കഥ. അതുകൂടാതെ തന്നെ നമ്മുടെ നായികയുടെ വകയുണ്ടല്ലോ ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് കൂടിയുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. മൂവിയുടെ ആദ്യം തന്നെ നമ്മുടെ ഹീറോ ആയ അർജുൻ സർക്കാർ, പുള്ളിക്കാരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത്. അങ്ങനെ വിലങ്ങിട്ട് നടക്കുന്ന നമ്മുടെ ഹീറോയെ നോക്കി ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളും പ്രസ് പീപ്പിളും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ക്രിമിനലായ പോലീസുകാരനെ ഇവിടെ ആർക്കും വേണ്ട, ഇവനെ ജയിലിൽ തന്നെ അടയ്ക്കൂ എന്ന് പറയുന്നു. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ജയിലിലോട്ട് പോകുന്ന സീനാണ് കാണിക്കുന്നത്. അതേസമയം ആ ജയിലിൽ കിടന്ന ഒരുപാട് ക്രിമിനൽസിന് നമ്മുടെ ഹീറോയുടെ ദേഷ്യമാണ്. കാര്യം ഇവൻ കാരണമാണ് ഒരുപാട് പേര് ആ ജയിലിൽ കിടക്കുന്നത് തന്നെ. അങ്ങനെ എല്ലാവരും നമ്മുടെ ഹീറോ ഇങ്ങനെ ഉറ്റുനോക്കിയാണ്. ആ സമയത്ത് ഒരുവൻ ആ കൂട്ടത്തിൽ നിന്ന് വന്ന് നമ്മുടെ ഹീറോയും കൂട്ടി ഒരു സെല്ലിലോട്ട് പോകുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഒരു പോലീസുകാരനായിട്ട് നീ എന്തിനാണ് ഇത്രയും പേരെ കൊന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ അവനോട് എല്ലാം പറയുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് സീനിൽ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഒരുത്തനെ തട്ടിക്കൊണ്ട് ഒരു കാട്ടിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് തല കീഴായി ഒരു മരത്തിന് മേൽ കെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് അതിൽ കാണുന്ന രീതിയിൽ തന്നെ അയാളെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ പോലീസുകാരുമായി നേരെ ആ സ്പോട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആ കേസ് അവൻ തന്നെ അന്വേഷിക്കുന്നു. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം തെളിവായിട്ട് മനസ്സിലാകുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. എല്ലാത്തിനും പെട്ടെന്ന് വയലൻ്റായിട്ട് പെരുമാറുകയും ചെയ്യും. കുഞ്ഞിലെ തന്നെ അമ്മ നഷ്ടപ്പെട്ട നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവൻ്റെ അച്ഛനാണ് നോക്കിയതും വളർത്തിയതെല്ലാം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഹീറോയ്ക്ക് എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഹീറോ ഇങ്ങനെ ആളുകളെ കടുത്തറുത്ത് കൊല്ലുന്നതിനെ പറ്റി ഒരു ഐഡിയയും നമുക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അച്ഛനുണ്ടല്ലോ ഇവനെ നിർബന്ധിച്ച് ഒരു പെണ്ണ് കാണാൻ വേണ്ടി വിടുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പടത്തിലെ നായിക. ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയുടെ എല്ലാ സ്വഭാവങ്ങളും മനസ്സിലായി കഴിഞ്ഞു. എന്നിരുന്നാലും ഹീറോയിൻ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുകയും പരസ്പരം അവർ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. എന്തൊക്കെയായാലും നമ്മുടെ ഹീറോയുടെ മനസ്സിലുണ്ടല്ലോ വീണ്ടും കൊല ചെയ്യാനുള്ള തിടുക്കമായിരുന്നു. അങ്ങനെ നമ്മുടെ അർജുൻ ഉണ്ടല്ലോ അടുത്ത ആളെ കിഡ്നാപ്പ് ചെയ്ത് നേരെ അതേ കാട്ടിലോട്ട് കൊണ്ടുപോകുന്ന സീൻ കാണിക്കുന്നു. അവിടെ വെച്ച് അയാളെയും തലകീഴായി കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ കത്തി എടുത്തുകൊണ്ട് അവൻ്റെ കഴുത്തറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അവരന്വേഷിച്ച് നടക്കുന്ന ആ സൈക്കോ കൊലാളി നമ്മുടെ നായകനാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഒരു പോലീസുകാരനായ നീ എന്തിനതൊക്കെ ചെയ്യുന്നു, നിന്നെ നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ പിടിക്കാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോ അവളെ ഒരു അടി അടിക്കുന്നു. അടുത്ത ഷോട്ടിൽ ബോധം തെളിഞ്ഞു വന്ന നമ്മുടെ ലേഡി ഓഫീസർ ഉണ്ടല്ലോ അവനോട് ചോദിക്കുന്നുണ്ട്, ഒരു പോലീസുകാരനായിട്ട് നിനക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നു. ആ ടൈമിലാണ് നമ്മുടെ ഹീറോ ഫ്ലാഷ് ബാക്ക് പറയുന്നത് തന്നെ. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോ പഴയ കാര്യങ്ങൾ പറയുകയാണ്. അതായത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ കുറച്ച് നാൾ മുമ്പ് ജമ്മു കാശ്മീരിലായിരുന്നു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ഇതേ രീതിയിലുള്ളൊരു കൊലപാതകം നടക്കുകയുണ്ടായി. ഒരാളെ കൊന്ന് തലകീഴായി കെട്ടിയിട്ടിട്ട് അയാളുടെ തലയുടെ പുറകിൽ കത്തി വെച്ച് കീറിയിട്ട് ഓർഗൻസ് എല്ലാം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു കൊടൂര കൊലയ്ക്ക് പിന്നിൽ ആരാണെന്ന് ഒരു ഐഡിയയും പോലീസിന് കിട്ടിയിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ ഏരിയ ചുറ്റും നടന്ന് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഒരു വണ്ടിയുടെ വലിയൊരു ടയറിൻ്റെ പാട് ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ ആ ഒരു വണ്ടിയുടെ വീലിൻ്റെ പാട് വെച്ച് നമ്മുടെ ഹീറോ ആ ഏരിയ മുഴുവൻ അരിച്ചു പറക്കുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മുടെ അർജുൻ ഉണ്ടല്ലോ ആ വണ്ടിയും ആ കൊലയാളെയും കൈയോടെ പിടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അവനെ ചോദ്യം ചെയ്യുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. എത്ര ചോദ്യം ചെയ്തിട്ടും അവൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം പോലും പുറത്തു വന്നില്ല. ആ ടൈമിലാണ് നമ്മുടെ ഹീറോ അറിയുന്നത് ഇതുപോലെ തന്നെ ബീഹാറിലും ഒരു കൊല നടന്നിരിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലായി ഇതേ രീതിയിലുള്ള കൊലകൾ ഒരുപാട് നടക്കുന്നെന്നുള്ള കാര്യം നമ്മുടെ ഹീറോ അറിയുകയുണ്ടായി. തലകീഴായി കെട്ടിയിട്ട് തലയുടെ പിൻഭാഗം മുറിച്ച് രക്തം വാർന്നൊലിച്ച് കഴിയുമ്പോൾ അവരുടെ ഓർഗൻസ് എടുക്കുക എന്നതാണ് ഇവരുടെ പരിപാടി. ആരാണ് ഇതിൻ്റെ പിന്നിൽ, എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ ബീഹാറിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ബീഹാർ പോലീസുമായി സംസാരിച്ചതിന് ശേഷം അവിടെ കിട്ടിയ പ്രതി ഉണ്ടല്ലോ അവനെയായിട്ട് നേരെ തിരിച്ച് ഇവൻ്റെ നാട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ആ രണ്ട് സീരിയൽ കില്ലറും നമ്മുടെ അർജുൻ്റെ കസ്റ്റഡിയിലാണ്. ഇവർ രണ്ടുപേരോടുമായി നമ്മുടെ അർജുൻ മാറി മാറി ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അന്നേരം ഉണ്ടല്ലോ ആ ക്രിമിനൽ പറയുന്നുണ്ട്, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഞങ്ങളുടെ വായിൽ നിന്ന് ഒരക്ഷരം പോലും പുറത്തു വരില്ലെന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ അർജുൻ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന ക്രിമിനലില്ലേ അവൻ്റെ ദേഹത്ത് CTK എന്ന് പച്ച കുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ആദ്യം ജമ്മുവിൽ പിടിച്ചില്ലേ ആ കൊലയാളിയുടെ കത്തിയിലും CTK എന്ന് കുത്തിവെച്ചിരുന്നു. എന്താണ് CTK എന്ന് പല രീതിയിൽ ചോദിച്ചിട്ടും അവന്മാരെ വായിന്ന് കിട്ടിയില്ല. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഹീറോ അത് കണ്ടുപിടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ അർജുൻ ഉണ്ടല്ലോ ആ ഒരു CTK എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. അതായത് അതൊരു ഡാർക്ക് വെബ്സൈറ്റാണ്.
അതുവഴി ഒരുപാട് ആൾക്കാരെ കൊന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് ആ ഒരു സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ CTK എന്ന് പറഞ്ഞ ക്ലബ്ബിലോട്ട് അവർക്ക് മെമ്പർഷിപ്പ് നേടണമെങ്കിൽ ഇതുപോലെ നാട്ടിലുള്ള 2 പേരെ തലകീഴായി കെട്ടിയിട്ട് തലകീറി അവർ ഓർഗൻസ് എല്ലാം എടുത്ത് അത് വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്ത് അപ്രൂവൽ ആയാൽ മാത്രമേ അവർ ആ ക്ലബ്ബിലോട്ട് എടുക്കൂ. എന്തൊരു ക്ലബ്ബല്ലേ! ഈ CTK എന്ന് പറയുന്നത് ഒരു കൂട്ടം സൈക്കോകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടിയാണ്. ഈ ഒരു ക്ലബ്ബിൽ മെമ്പറാവാൻ വേണ്ടിയാണ് ഈ 2 ക്രിമിനൽസും 2 പേരെ തലകീഴായി കെട്ടിയിട്ട് കൊന്നത് തന്നെ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പിടിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ആ കാശ്മീർ വെച്ച് പിടിച്ചില്ലേ, അവനെ ഒരുപാട് ചോദ്യം ചെയ്തു, തലങ്ങും വിലങ്ങും വിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ട കൂടെ ഇരുന്ന ബീഹാർ പയ്യനുണ്ടല്ലോ പെട്ടെന്ന് ഒരു ഇൻസ്പെക്ടറെ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് ചാകുകയാണ്. അങ്ങനെ പോലീസ് കസ്റ്റഡി വെച്ച് പ്രതി മരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഹീറോയെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് വിടുകയാണ്. പക്ഷേ അവർക്കാർക്കും അറിയില്ലല്ലോ അവരെക്കാൾ വലിയ സൈക്കോ ആണ് നമ്മുടെ ഹീറോ എന്ന്. അവൻ ഈ പ്രതികളെ ഉടനെ പിടിക്കുക തന്നെ വേണം. അതുകൊണ്ട് നാട്ടിലെത്തിയ ഇവൻ വീണ്ടും ആ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഡാർക്ക് വെബ്സൈറ്റ് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് 2 പേരെ കൊല്ലുന്നതും ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചതും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മുടെ പോലീസുകാരുണ്ടല്ലോ അവനോട് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് നീ ഒരാളെ കൊന്നതും ഇയാളെ കൊല്ലാൻ പോകുന്നതും? അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ കൊന്നതും കൊല്ലാൻ പോകുന്നതും നാടിന് ഒട്ടും വേണ്ടാത്തവരെയാണ്. പക്കാ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഇവന്മാരെ കൊന്നാൽ നാടിന് നല്ലത് മാത്രമേ ഉണ്ടാവൂ എന്ന് അവളോട് പറയുന്നു. ഇത് പറഞ്ഞ ഉടനെ നമ്മുടെ രണ്ടാമത്തെ പ്രതിയുണ്ടല്ലോ അവനെ തലകീഴായി കെട്ടിയിട്ട് നമ്മുടെ ഹീറോ കൊല്ലുകയാണ്. എന്നിട്ട് ആ വെബ്സൈറ്റ് പറയുന്ന രീതിയിൽ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി നമ്മുടെ നായകൻ്റെ കൂടെ ചേരുന്ന സീനാണ് പിന്നീട് കാണുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ജയ്പൂരിൽ ഇതുപോലൊരു കൊല നടക്കുന്നു. ഈ കൊലയാളി അന്വേഷിച്ച് നമ്മുടെ നായകൻ പോകുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അതായത് അവൻ ആൾറെഡി ഒരാളെ കൊന്നു കഴിഞ്ഞു. രണ്ടാമതൊരാളെ കൊല്ലുന്നതിന് മുമ്പ് കൈയോടെ പിടിക്കാനായിരുന്നു നമ്മുടെ നായകൻ്റെ തീരുമാനം. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മുടെ ഹീറോ ആ വില്ലനെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആ ക്രിമിനലെ കൈയോടെ പിടിക്കാൻ നേരം അവൻ്റെ കയ്യിലെ കത്തി കൊണ്ട് നമ്മുടെ ഹീറോയെ കുത്തുകയാണ് അവൻ. അതേസമയം നമ്മുടെ ഡാർക്ക് വെബ്സൈറ്റ് ഇല്ലേ, ആ വെബ്സൈറ്റിൽ നമ്മുടെ നായകൻ അയച്ചു കൊടുത്ത 2 വീഡിയോ അവർ അപ്രൂവ് ചെയ്തു. നമ്മുടെ ഡാർക്ക് വെബ്സൈറ്റിലോട്ട് നമ്മുടെ നായകൻ അവർ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ നായകനുണ്ടല്ലോ ആ വില്ലൻ്റെ കയ്യിൽ നിന്ന് കുത്തുകയറ്റി പഞ്ചറായി കിടക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഹീറോയുടെ ഒരു നമ്പർ മാത്രമായിരുന്നു. അതായത് ആ വില്ലൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ ആളില്ലേ, അയാളെ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം തോറ്റു കൊടുക്കുകയായിരുന്നു നമ്മുടെ ഹീറോ. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ വില്ലനെ കൊന്നു അയാളെ രക്ഷിച്ചു നമ്മുടെ ഹീറോ നാട്ടിലോട്ട് വരുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡാർക്ക് വെബ്സൈറ്റിൻ്റെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആനുവൽ മീറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ നായകൻ റെഡിയാകുന്ന സീനും കാണിക്കുന്നു. പക്ഷേ ഇതെല്ലാം അറിയുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ അവനോട് പറയുകയാണ്, നീ ഒറ്റയ്ക്ക് പോകണ്ട, നമ്മുടെ ടീമിൽ നിന്ന് ഒരു 4 പേരോടെ തരാം, അവരെയായിട്ട് പോയാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ടീമിലേക്ക് ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥ വരുന്നത്. ഇവളെ കണ്ടത് നമ്മുടെ നായകൻ ശരിക്കും ഞെട്ടുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ടില്ലേ അവന് കല്യാണം ആലോചിച്ച പെണ്ണ്, ആ പെൺകുട്ടിയായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥ. ഇത് കണ്ട് അവന് പിന്നീട് ദേഷ്യമാവുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ പണ്ടേ അറിയാമായിരുന്നു, നിൻ്റെ ട്രെയിനിങ് ക്ലാസ്സിലൊക്കെ ഒരുപാട് ഞാൻ ഇരുന്നിട്ടുണ്ട്, അന്ന് മുതലേ നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു അപകടം വന്നപ്പോൾ നീയാണ് അവളെ രക്ഷിച്ചത്, അന്ന് മുതലേ ഞാൻ നിൻ്റെ ഫാനായിരുന്നു എന്നൊക്കെ പറയുന്നു. അടുത്ത ഷൂട്ടിൽ നമ്മുടെ നായകനും ഈ 4 പേരുമുണ്ടല്ലോ നമ്മുടെ സീരിയൽ കില്ലറൊക്കെ വിളിച്ച ആനുവൽ പാർട്ടിയിൽ അതിന് പോകാൻ വേണ്ടി റെഡിയാവുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങ് ദൂരെ ഒരു കാട്ടിൻ്റെ അകത്ത് വെച്ചായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോ നമ്മുടെ 4 പോലീസുകാരോട് പറയുന്നുണ്ട്, ഞാൻ ആദ്യം അകത്ത് കയറാം, നിങ്ങൾ ഉടനെ എൻ്റെ കൂടെ വരണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നത് കേട്ട് ആ 4 പേരും ഉണ്ടല്ലോ, അത് നമ്മുടെ നായിക ഉൾപ്പെടെ 4 പേരും പുറത്ത് നിന്ന് നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് അകത്തോട്ട് പോകുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ അകത്തോട്ട് കയറുകയാണ്. ആ സമയത്താണ് ആ ഒരു വില്ലനെ കാണിക്കുന്നത്. അന്നേരം അവൻ പറയുന്നുണ്ട്, ഈ CTK മെമ്പറായി കഴിഞ്ഞാൽ ആദ്യം ഒരു വെള്ളക്കോട്ടും വെള്ള ഷർട്ടും ഇട്ട് വേണം അകത്തോട്ട് കയറാൻ, അല്ലാത്ത പക്ഷം അകത്ത് കയറാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവർ കൊടുത്തൊരു ഷർട്ടും ഒരു കോട്ടും ഇട്ട് നേരെ അങ്ങോട്ട് പോകുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഈ കോട്ടയ്ക്ക് ഇട്ട് നമ്മുടെ ഹീറോ അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് സൈക്കോകളെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 6 പേര് ഇതേ വെള്ളക്കോട്ട്, അതായത് 6 പേര് ന്യൂ ജോയിനീസാണ്. അങ്ങനെ അകത്തോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഹീറോ പലതും കാണുന്നത്. അതായത് അതിനകത്ത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അവർ പരസ്പരം തമ്മിൽ അടിക്കുകയാണ്, തോക്കുന്നവനെ സ്പോട്ടിൽ കൊല്ലുകയും ചെയ്യും. അതുകൂടാതെ ഈ സൈക്കോകൾക്ക് ഒരുപാട് വിനോദങ്ങളുണ്ട്. അതായത് ഒരു ലേഡിയെ ഒരു 4 സൈഡ് കയറിലോട്ട് കെട്ടിയിടുന്നുണ്ട്, എന്നിട്ട് 4 സൈഡിൽ നിന്ന് കയറി വലിച്ച് അവരുടെ ദേഹം വലിച്ച് കീറി മുറിച്ച് കളയുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ വലുതായിട്ടൊന്നും മിണ്ടാത്ത രീതി നിൽക്കുകയാണ്. എല്ലാത്തിനും കൈയോടെ പിടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അതിന് ചുറ്റും നടന്ന് കാണുകയാണ്. അന്നേരം ഒരു പഴയ പോലീസ് ഉദ്യോഗസ്ഥയെ അതിനകത്ത് വെച്ച് കണ്ടു. ഇവരെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവരുടെ കയ്യിൽ അകപ്പെട്ടു പോയതാണ് അവർ മാത്രമല്ല ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എല്ലാവരെയും ഇതിൽ നിന്ന് രക്ഷിക്കണം, അതുപോലെ തന്നെ ഈ മെയിൻ ക്രിമിനൽസ് അല്ലേ എല്ലാത്തിനെയും കൊന്നടക്കണം എന്നായിരുന്നു നമ്മുടെ ഹീറോയുടെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഈ ക്രിമിനൽസ് പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ച് പോവുകയായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ പുറത്ത് നിന്ന 4 പോലീസുകാരില്ലേ നായിക അടക്കം, അവരെ എല്ലാവരും നമ്മുടെ ക്രിമിനൽസ് കാണുകയും അവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ വന്ന് പുറത്ത് വന്ന് നമ്മുടെ ആളുകളെ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ അകത്തുള്ള ആൾക്കാർ എങ്ങനെയോ പുറത്ത് പോലീസ് വന്നെന്ന കാര്യം മനസ്സിലാക്കി.
ഉടനെ തന്നെ അതിനകത്തുള്ള മെയിൻ ഒരുത്തം വന്ന് പറയുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ, അതായത് പുതുതായിട്ട് വന്ന 5 പേരുടെ കൂട്ടത്തിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതാരാണെന്ന് എനിക്കിപ്പോൾ അറിയണം എന്നൊക്കെ പറയുന്നു. അതായത് ഇവിടെ വന്നിരിക്കുന്ന ന്യൂ ജോയിൻസ് ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ റിങ്ങിലോട്ട് വരിക, എന്നിട്ട് പരസ്പരം അറ്റാക്ക് ചെയ്യുക. ആര് ജയിച്ചു വരുന്നു അവൻ എന്തായാലും സൈക്കോ ആയിരിക്കും എന്ന് നമ്മുടെ മെയിൻ വില്ലൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ വലിയ സൈക്കോ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിലം ഭരിച്ചായിട്ട് കൊല്ലുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മുടെ നായകനും വേറൊരു ലേഡിയും മാത്രം ഒറ്റയ്ക്കാകുന്നു. ഏറ്റവും ഒടുവിൽ അവളെയും കൊന്ന് നമ്മുടെ നായകൻ ജയിച്ചു വരുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ വെറുത്തനമായ ഫൈറ്റെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായകനെ നോക്കുന്ന വില്ലനെയാണ് പിന്നീട് കാണിക്കുന്നത്. ആ സമയത്താണ് പുറത്തുനിന്നൊരു പോലീസുകാരനെ ഇവന്മാർ കൈപ്പെടുന്നത്. അങ്ങനെ ആ പോലീസുകാരനെ കൂട്ടി ഒരു ക്രിമിനൽ അകത്തോട്ട് വന്ന് പറയുന്നുണ്ട്, ഇവൻ പോലീസാണ്, നമ്മളെ പിടിക്കാൻ വേണ്ടി പുറത്ത് നിന്നെയാണെന്നൊക്കെ പറയുന്നു. അന്നേരം നമ്മുടെ വില്ലനുണ്ടല്ലോ നമ്മുടെ നായകൻ നോക്കി പറയുന്നുണ്ട്, ഇത്രയും പേരെ കൊന്നിട്ട് നീയാണല്ലോ നമ്പർ 1, നീ ഇവനെ കുത്തിക്കൊല്ല് എന്ന് പറഞ്ഞൊരു കത്തിയെടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ പോലീസുകാരനെ കൊല്ലാൻ പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വില്ലൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ കൊല്ലണ്ട, അവനെ ലോക്ക് ചെയ്ത് അകത്തോട്ട് ഇടുക എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ അവനെ ലോക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ മാത്രമല്ല ഒരുപാട് പേരുണ്ട്, എല്ലാവരും രക്ഷിക്കണം, തൽക്കാലം നീ അകത്ത് പോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സീനും കാണിക്കുന്നു. പിന്നീട് നമ്മുടെ മെയിൻ വില്ലൻ ഉണ്ടല്ലോ ഫൈനലായിട്ട് എല്ലാവരോടും കൂടി ഒരു ടാസ്ക് കൂടി കൊടുക്കുകയാണ്. അതായത് ഒരു പിഞ്ച് കുഞ്ഞിനെ മൃഗീയമായി കൊല്ലണം, ഇത് ആരേറ്റെടുക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വയസ്സാന കിളവൻ പറയുന്നു, ഞാൻ തന്നെ കൊല്ലാം എന്ന് പറയുന്നു. ഇത്തവണ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ വെറും കൈയോടെ മാറിയെന്നില്ല, സൈക്കോടെ മുഖംമൂടി അഴിച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥനകത്ത് തെളിയിച്ച് കാണിച്ചു. അതായത് അവിടെ നിന്ന് കത്തിയെടുത്ത് അയാളുടെ തല അറുത്ത് കളഞ്ഞു. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ്. ആ കുഞ്ഞ് ആരാണെന്നറിയാമോ? ഈ ഒരു പടത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ നായകനോട്, അതായത് പോലീസ് നായകനോട് ഒരു ലേഡി വന്ന് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ആ കുഞ്ഞിനെ ഞാൻ ഭദ്രമായി നിങ്ങളെ ഏൽപ്പിക്കും എന്ന് പറയുന്നു. അടുത്ത ഷോട്ടിൽ നമ്മുടെ വില്ലന്മാരെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ നായകനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയമാണ്. ഈ സമയം തന്നെ ബാക്കി പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ നായകൻ്റെ അടുത്ത് വരുന്നുണ്ട്. അന്നേരം അവൻ അവരോട് പറയുന്നുണ്ട്, എൻ്റെ കാര്യം നോക്കണ്ട, നിങ്ങൾ വേഗം ബാക്കിയുള്ളവരെ കൊണ്ട് രക്ഷപ്പെടൂ എന്ന് പറയുന്നു. പിന്നീട് അങ്ങോട്ടുണ്ടല്ലോ പൂർണ്ണമായും ചോരക്കളിയാണ്. അതായത് വെള്ളക്കൂട്ടിട്ട് നമ്മുടെ ഹീറോയുടെ ദേഹം മൊത്തം ചോരയായി മാറുകയാണ്. അങ്ങനെ നമ്മുടെ നായകനുണ്ടല്ലോ ഒറ്റയ്ക്ക് ഇവരെല്ലാം നേരിടുന്ന സമയത്ത് ഹിറ്റ് 2 നായകൻ്റെ ഒരു ക്യാമിയോ റോളും കാണിക്കുന്നുണ്ട്. അവനും കൂടെ വന്ന് എല്ലാത്തിനും നിലം പരിശാക്കുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ എല്ലാത്തിനെയും കത്തി കൊണ്ട് കുത്തി ചോര കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം എല്ലാവരെയും രക്ഷപ്പെടുത്തി പുറത്തോട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് അവന് മനസ്സിലായി ഈ കൂട്ടത്തിൽ മെയിൻ ഒരു വില്ലനുണ്ടെന്ന്. ആ വില്ലനാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ആ മെയിൻ വില്ലനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നായകൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ആദ്യമേ ജയിലിൽ വരുന്ന സീൻ കാണിക്കുന്നത്. ആ വില്ലൻ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അവനായിരുന്നു ആ മെയിൻ വില്ലൻ. ഈ കഥയെല്ലാം പറഞ്ഞ് ആ മെയിൻ വില്ലനെ കയ്യിലിരുന്ന് കത്തി കൊണ്ട് കുത്തി തീർക്കുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ സൈക്കോ പോലീസിൻ്റെ കൈകൊണ്ട് തന്നെ ആ സൈക്കോ ക്രിമിനൽ മരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മൂവിക്ക് ഒരു ടൈലൻ്റ് കൂടിയുണ്ട്. അതായത് അവസാനമായി ക്യാമിയോ റോളിലായിട്ട് നമ്മൾ കാർത്തിയെ കാണിക്കുന്നുണ്ട്. അതായത് ഈ മൂവിയുടെ 4ാമത്തെ പാർട്ടിലേക്കുള്ള ലീഡ് എന്നുള്ള രീതിയിലാണ് കാർത്തിയെ കാണിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്, എൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മൂവി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്